നമസ്കാരം. തങ്ങളെ എതിർക്കുന്ന ആളുകളെ ശാരീരികമായി ഉന്മൂലനം ചെയ്യുന്ന പാർട്ടിയാണ് CPM എന്ന പാർട്ടി. അത് കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ് ആ പാർട്ടിയിലുള്ളത് എന്നാണ്. ഇതെൻ്റെ വാക്കുകളല്ല, കാസർഗോഡ് MP ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വാക്കുകളാണ്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ CBI കോടതി പ്രതികൾക്ക് ഇന്ന് ശിക്ഷ വിധിച്ച ദിവസം തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത്. CPM എപ്പോഴും തലവെട്ട് രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ തന്നെയായിരുന്നു. അവർ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പോലുള്ള നിരവധി പ്രമാദങ്ങളായ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള പാർട്ടി തന്നെയാണ് CPM. ആ CPM 2019 ഫെബ്രുവരി 17-ാം തീയതി വളരെ ആസൂത്രിതമായി ഒരു സംഘം ആളുകളുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തി ചെയ്തതാണ് പെരിയയിലെ 19ഉം 23ഉം വയസ്സുള്ള 2 ചെറുപ്പക്കാരെ അതിദാരുണമായി കൊന്നു തള്ളിയതാണ് CPM-കാർ. ഇതിന് കൃത്യമായി തന്നെ ഇപ്പോൾ എല്ലാ പ്രതികൾക്കും, അതായത് പെരിയ ഇരട്ട കൊലപാതകത്തിൽ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കൊന്നു തള്ളിയ ഈ കേസിൽ പങ്കെടുത്ത എല്ലാ പ്രതികൾക്കും ബഹുമാനപ്പെട്ട CBI കോടതി ഇരട്ട ജീവപര്യന്തവും പിഴയും വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളെ കാണുന്നതും ഒരു MP എന്ന രീതിയിൽ തൻ്റെ മണ്ഡലത്തിലുണ്ടായ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ വൈകാരികമായി തന്നെ അദ്ദേഹം പ്രതികരിക്കുന്നതും. CPM എന്ന പാർട്ടി എപ്പോഴും അങ്ങനെയാണ്. അവർ ആദർശത്തെ ആദർശം കൊണ്ട് നേരിടുന്നവരല്ല, ആശയത്തെ ആശയം കൊണ്ട് നേരിടുന്നവരല്ല. കായികമായി തങ്ങൾക്കെതിരെ നിൽക്കുന്ന രാഷ്ട്രീയ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്നതാണ് CPM-ൻ്റെ തന്ത്രം. ഇത് തന്നെയാണ് CPM എല്ലാ കാലത്തും നിവർത്തിച്ചു പോന്നിട്ടുള്ളത്. പെരിയയിലും അത് തന്നെയാണ് കണ്ടത്. 2 ചെറുപ്പക്കാരായ കോൺഗ്രസ് പ്രവർത്തകരെ അതിദാരുണമായി അവർ വകവരുത്തുകയായിരുന്നു. 2 കുടുംബങ്ങളുടെ അത്താണിയാണ് അവർ ഇല്ലാതാക്കിയത് എന്നുകൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുകയുണ്ടായി. രാജ്മോഹൻ ഉണ്ണിത്താൻ പെരിയ ഇരട്ട കൊലപാതക കേസിൽ CBI കോടതിയുടെ വിധി വന്നതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ CPM-ൻ്റെ കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ചും പെരിയയിൽ കൊല ചെയ്യപ്പെട്ട അതിദാരുണമായി കൊല്ലപ്പെട്ട കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കുടുംബത്തിനോട് ആദരസൂചകമായി അവർക്ക് അവരുടെ ഒപ്പം അവരുടെ സങ്കടത്തിൽ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹം അവരെ കാണാൻ എത്തിയപ്പോഴായിരുന്നു മാധ്യമങ്ങളോട് ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ നടത്തിയത്.